പ്രതിപക്ഷത്തിന് ഇതൊക്കെ കണ്ടിട്ട് നിശബ്ദരായിട്ട് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. പറഞ്ഞില്ലേ, ഈ വോട്ടർ പട്ടികയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ മറിമായങ്ങൾ ഉണ്ടാവുന്നത്. അത് ഒരു രാജ്യത്തെയും ഒരു പ്രതിപക്ഷത്തിനും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് വളരെ ശക്തമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു. ബൽറാം ജാക്കർ സ്പീക്കറായിരുന്ന സമയത്ത് നൽകിയ ഒരു റൂളിംഗ് അതാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തടയുന്നതിന് ഭരണപക്ഷം ഉപയോഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷന്റെ ചെയ്തികൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അത് സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല, വേണ്ട, ചെയ്യണ്ട. പക്ഷെ അതിന് വേറെയും വകുപ്പുകളുണ്ട്, വേറെ വഴികളുണ്ട്. അത് സഭയിലും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിലും അതുപോലെ തന്നെ സ്പീക്കർ വിളിച്ചുകൂട്ടിയ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗത്തിലും കേരളത്തിൽ നിന്നുള്ള NK പ്രേമചന്ദ്രൻ അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ട് വഴികൾ. അതായത് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച്, അതായത് പാർലമെന്റ് പാസാക്കി ഏൽപ്പിച്ചു കൊടുത്ത അധികാരം അനുസരിച്ചാണ് ഈ വോട്ടർ പട്ടിക പുതുക്കൽ നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ മാനദണ്ഡങ്ങൾ അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യം സഭയ്ക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു വഴി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. പക്ഷെ അത് സ്വീകരിക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല.